ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സരിയും ഷാരിക്കും ഭയങ്കര സന്തോഷമാവാണ്. കിരണിനെ പോയി കണ്ടപ്പോ ഹാവു അവന്റെ അവസ്ഥ പറഞ്ഞതിനേക്കാളും വളരെ മോശമാണ്. അത് കാണാൻ തന്നെ എന്തൊരു സുഖമാണ് അല്ലേ അമ്മേ എന്ന് സരിയു പറയുമ്പോ ഷാരി പറയണ്ട് അതെ അതെ എന്ന് പറയാണ്. ശേഷം ഷാരി മനസ്സിൽ വിചാരിക്കണ്ടേ, എന്റെ ദൈവമേ, അവളെക്കാളും ഭയങ്കര മോശപ്പെട്ട അവസ്ഥയാണല്ലോ എന്റെ മോൾക്ക് വരാൻ പോണത് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കാട്ടോ. ശേഷം സരിയു പറയണ്ട അമ്മേ, നമുക്ക് ഇനിയും അവനെ കാണാൻ പോണം. ഇടയ്ക്കിടയ്ക്ക് കാണാൻ പോയിട്ട് ആ കാഴ്ച കൺകുളിർക്ക് കാണണം. പിന്നെ അവൻ എങ്ങാനും ഓർമ്മശക്തി വരുവാണെന്നുണ്ടെങ്കിലേ അവനെ ബാക്കി ആരും ഓർമ്മശക്തി ഉണ്ടെന്ന് അറിയണ മുമ്പ് തന്നെ നമുക്ക് അവനെ ഇല്ലാതാക്കണം. അമ്മേ, മോൾ എന്തൊക്കെയാ പറയണത്? അവൻ അങ്ങനെ കിടക്കുമ്പോ തന്നെ എന്തൊക്കെ പറയുന്നത്, ഞങ്ങളുടെ ശത്രു ആണെങ്കിലും ശത്രു അങ്ങനെ കിടക്കുമ്പോ എനിക്കെന്ത് വലത് വിഷമം തോന്നുന്നുണ്ട് മോളെ. കാരണം ഒരു സമയത്ത് ഞാൻ നിന്നെ പോലെ തന്നെ അവനെ സ്നേഹിച്ചതായിരുന്നു. അതുകൊണ്ട് അവന്റെ കിടപ്പ് ചെറുതായിട്ട് എനിക്ക് വിഷമം ഉണ്ടാക്കുന്നുണ്ട് എന്ന് ഷാരി പറയാണ്. സരിയു പറയണ്ട എന്നാ അമ്മ വിഷമിച്ചിരുന്നു, പക്ഷെ എനിക്കൊരു വിഷമവും ഇല്ല. കാരണം അത്രമാത്രം അവനെ ദ്രോഹിച്ചിട്ടുണ്ട്. അവനെ കല്യാണം കഴിച്ചിട്ട് എന്തൊരു അഹങ്കാരിയായിരുന്നു അവൻ. എന്റെ പിള്ള കമ്പനി വരെ പോലും അവളുടെ പേര് വാങ്ങിച്ചു കൊടുത്തില്ലേ അവൻ. അതുകൊണ്ട് എനിക്ക് അവനെ ഇഷ്ടമല്ല. അവൻ എന്ത് സംഭവിച്ചാലും എനിക്കത് സന്തോഷമുള്ള കാര്യമാണ്. അമ്മ നോക്കിക്കോ, അവൻ എങ്ങാനും അനങ്ങി ആ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അവന് ഓർമ്മശക്തിയൊക്കെ തിരിച്ചു കിട്ടുമെന്നുണ്ടെങ്കിൽ അതിന് ഉള്ളിൽ തന്നെ അവന് വേറൊരു അടിയും കൂടി അവന്റെ തലക്ക് ഞാൻ കൊടുക്കും, നോക്കിക്കോ എന്നൊക്കെ പറയാണ്. അതിനുശേഷം വീണ്ടും സരിയു ഇടക്കിടക്ക് കിരണിനെ കാണാൻ വേണ്ടി കല്യാണിയുടെ വീട്ടിലേക്ക് പോകുന്നുട്ടോ. ഇങ്ങനെ കളിയാക്കി ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കല്യാണി ഇല്ലാത്ത സമയത്ത് പോയിട്ട് കിരണിനെ കളിയാക്കാനുണ്ട്. നിനക്ക് നാണില്ലല്ലോടാ, നിനക്ക് ഇങ്ങനെ തന്നെ വേണോടാ, ഇതൊക്കെ നിനക്ക് വരുത്തി വെച്ചതാണ്. കല്യാണം കഴിച്ചപ്പോ നീ എന്തൊരു അഹങ്കാരിയായിരുന്നു. കിട്ടേണ്ടതൊക്കെ നിനക്ക് കിട്ടിയല്ലോ, നീ ഇങ്ങനെ കിടക്കണോടാ, മരണം വരെ ഇങ്ങനെ കിടക്കണം. ഞാനും എന്റെ മനുവേട്ടനെ അമേരിക്ക പോകുമ്പോഴും നീ ഇങ്ങനെ തന്നെ കിടക്കണം. ഞങ്ങൾ ചിലപ്പോ വർഷങ്ങളൊക്കെ ആയിട്ട് തിരിച്ചു വരും, അപ്പോഴും നീ ഇങ്ങനെ തന്നെ കിടക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കട്ടോ. അത് കേട്ട് സഹിക്കാതെ കല്യാണം അങ്ങോട്ടേക്ക് വരുവാണോ. ഓഹോ, അപ്പൊ സഹതാപം കാണിച്ചു വന്നത് ഇതുപോലെ സന്തോഷിക്കാനായിരുന്നു അല്ലേ. ഇനി മേലെ എന്റെ കിരണേട്ടനെ കാണാൻ വേണ്ടി ഈ പടി ചവിട്ടി വന്നാണ്ടല്ലോ ആ മുട്ടുകാലം തല്ലി ഓടിക്കും എന്ന് കല്യാണി പറഞ്ഞിട്ട് സരിവിനെ അവിടുന്ന് ആട്ടി ഓടിക്കുന്ന ഭാഗം നമുക്ക് ഉടനെ കാണാൻ സാധിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.